ജീവിതത്തിൽ നമ്മൾ എന്നും വിജയം കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു പരാജയം ഉണ്ടായാൽ നമ്മൾ ആകെ ഡെസ്പായി പോകുന്നു. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു മോശം ചിന്താഗതി നമ്മുടെ മനസ്സിൽ വരുന്നു, അല്ലേ? അപ്പോൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ഒഴിവാക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. എൻ്റെ പേര് ഗോപിക, സൈക്കോളജി കൗൺസിലർ. അതിലേറ്റവും പ്രധാനപ്പെട്ടതും വളരെ ഇമ്പോർട്ടൻറ്റുമായ ഒരു കാര്യമാണ്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത്. നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരോട് പറയുന്നു, അവരത് എങ്ങനെയാണ് മോഡിഫൈ ചെയ്ത് അവരുടെ ഇഷ്ടത്തിന് പറയുന്നത് എങ്കിൽ നമ്മളുടെ ഇഷ്ടം അങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നു. കാരണം എന്താ? അവരുടെ ഹാപ്പിയാണ് എൻ്റെ ഹാപ്പിനെസ് എന്ന് നമ്മൾ മനസ്സിൽ അങ്ങനെ ചിന്തിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഉപേക്ഷിക്കുന്നത് നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളുമാണ്. നമ്മളുടെയൊക്കെ ലൈഫിൽ നമ്മളുടേതായ ചില ഒരു ഡിസയർ ഉണ്ടാവും, ഒരാഗ്രഹവും ഉണ്ടാവും. അത് വീടിനെ സംബന്ധിച്ചായിരിക്കാം, ജോലിയെ സംബന്ധിച്ചായിരിക്കാം, ഈവൻ ഒരു ഡ്രസ്സിനെ സംബന്ധിച്ചായിരിക്കാം, അല്ലേ? അപ്പോൾ അവരെ കൺസിഡർ ചെയ്യേണ്ട, അവരുടെ അഭിപ്രായം മാനിക്കേണ്ട എന്നതല്ല, എങ്കിലും നമ്മൾക്ക് നമ്മളുടേതായ ഒരു കാര്യത്തിൽ നമ്മളുടേതായ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കണം. ആ നമ്മളുടെ ഇഷ്ടത്തിന് ചിലതെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിവുള്ളതായിരിക്കണം. പ്രൈവസി ഈസ് എ പവർ. ഓരോ വ്യക്തിക്കും ഒരു പ്രൈവസി, പേഴ്സണൽ പ്രൈവസി അത്യാവശ്യമാണ്. ഞാനെല്ലാം തുറന്നു പറയുന്ന ആളാണ് എന്ന് പറയുമെങ്കിലും പേഴ്സണലായ ഒരു പ്രൈവസി അത് നമ്മുടെ ഒരു പവർ, ഒരു അവകാശം തന്നെയാണ്. അപ്പോൾ അത് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാം അവർക്ക് വിട്ടുകൊടുക്കാതെ നമ്മളുടെ കുറച്ച് ഇഷ്ടങ്ങളും കൂടെ ഏത് കാര്യത്തിലായാലും അതും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡെസിഷൻ എടുക്കാൻ നമ്മൾക്ക് കഴിയണം. രണ്ടാമതായിട്ട് ഓവർ തിങ്കിങ്. പഴയ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ അത് ചിലപ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തതായിരിക്കാം, അല്ലെങ്കിൽ നിരാശ ഉണ്ടാക്കുന്നതായിരിക്കാം, നഷ്ടങ്ങളുള്ളതായിരിക്കാം. അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് വളരെ വറീഡായിരിക്കുക. ഞാൻ വളരെ ഒന്നും കഴിയാത്ത ഒരാളാണ്, ഞാനന്ന് അത്രയും ട്രൈ ചെയ്തു, എനിക്ക് പറ്റിയില്ല, അതുകൊണ്ട് ഇനി എനിക്ക് ത്രൂ ഔട്ട് ലൈഫിലൊന്നും പറ്റില്ല എന്ന് ചിന്തിച്ച് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അതിൻ്റെ കുറ്റവും കുറവുകളും മാത്രം നോക്കി ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന കുറേ ആളുകളുണ്ടാവും. എന്നാൽ അവർക്ക് ഇപ്പോൾ കുറേ പോസിറ്റീവുകൾ ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് ചിന്തിക്കാതെ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് പാസ്റ്റിലുള്ള കാര്യങ്ങൾ മനസ്സിലിങ്ങനെ വെച്ചിരുന്ന് നമുക്കതൊരു ട്രോമയായിട്ട് മാറും. അപ്പോൾ ഒരിക്കലും നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നമുക്ക് ഓക്കെ, ദുഃഖമുള്ള കാര്യങ്ങളാണ്, നഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അതിനെ പഴിചാരിക്കൊണ്ട് ഇങ്ങനെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് മെൻ്റലി ഫിസിക്കലി ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഓവർ തിങ്കിങ് ഈസ് ദ ബിഗ്ഗസ്റ്റ് കോസ് ഓഫ് അവർ അൺഹാപ്പിനെസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഹാപ്പിയായി ഇരിക്കുക എന്നതാണ് എല്ലാ വ്യക്തികളുടെയും ആവശ്യം. അപ്പോൾ അതിനിങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊള്ളാം. അത് ഓവർ തിങ്കിങ് ആവുമ്പോൾ ഇറ്റ്സ് നോട്ട് ബെനിഫിഷ്യൽ ടു യുവർ ഹെൽത്ത് ആൻഡ് മൈൻഡ്. ഓക്കെ, ദെൻ തേർഡ് വൺ, ഓൾവേസ് ഗ്രംബ്ലിങ് ആൻഡ് നോട്ട് ടു ഗ്രേറ്റ്ഫുൾ. നമുക്ക് കിട്ടിയ കാര്യത്തെക്കുറിച്ച് നമ്മൾ താങ്ക്സ് പറയാതെ, ഗോഡിനോടാണെങ്കിലും നമുക്ക് തന്നവരോടാണെങ്കിലും താങ്ക്സ് പറയാതെ, എനിക്ക് ഇന്ന കാര്യങ്ങളെല്ലാം കിട്ടി, പക്ഷേ അതിനെക്കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ നഷ്ടങ്ങളെക്കുറിച്ച്, നമുക്ക് ലഭിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വറിയായി ഉള്ള കാര്യത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവാതെ, താങ്ക്ഫുൾ ആവാതെ നമ്മൾ അതിൽ മാത്രം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതിലെന്ത് കാര്യമാണുള്ളത്? നോക്കൂ, നമ്മളുടെ കഴിവിനനുസരിച്ച് നമ്മൾ ട്രൈ ചെയ്യണം. എന്ത് കാര്യവും നമ്മൾ ട്രൈ ചെയ്തു, നമ്മുടെ ലെവൽ ബെസ്റ്റ് നമ്മൾ ട്രൈ ചെയ്തു, പക്ഷേ നമുക്കതിലോട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല, നമുക്കത് കിട്ടിയില്ല എന്ന് വെച്ച് നമ്മുടെ ലൈഫ് അങ്ങോട്ട് കംപ്ലീറ്റ്ലി നമ്മൾ അവോയ്ഡായിപ്പോയോ, നമുക്ക് ഒന്നും കിട്ടാതായി പോയോ? അതിനപ്പുറത്ത് ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത വഴികൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും, നമുക്ക് ചില നേട്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടാകും, ചില പോസിറ്റീവ്സുകൾ അവിടെ ഉണ്ടായിട്ടുണ്ടാകും, ചില നല്ല അനുഭവങ്ങൾ നമുക്കവിടെ ഉണ്ടായിട്ടുണ്ടാകും. ആ അനുഭവങ്ങളെ നമ്മൾ ആലോചിക്കാതെ, അല്ലെങ്കിൽ അതിനൊരു താങ്ക്സ് പറയാതെ, അതിൽ നമ്മൾ ഹാപ്പി ആവാതെ, എനിക്ക് അപ്പുറത്തുള്ളത് കിട്ടിയില്ല എന്ന് കരുതി
കംപ്ലീറ്റ്ലി നിരാശരായിരിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഞാനൊരിക്കലും യോജിക്കുന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. ഈവൻ ട്വിൻസിൽ പോലും ഡിഫറൻസ് ഉണ്ട്. അത് അപ്പോൾ നമ്മുടെ കഴിവുകളിലും ആ ഒരു പരിമിതി ഉണ്ടായിരിക്കും, നമ്മുടെ എബിലിറ്റിയിലും സ്കില്ലിലും ഒക്കെ ആ പരിമിതി ഉണ്ടായിരിക്കും. നമ്മൾ ട്രൈ ചെയ്യണം. എന്ത് ആഗ്രഹമാണെങ്കിലും നമ്മളതിന് വി ആർ ട്രൈ അവർ ലെവൽ ബെസ്റ്റ്. മേ ബി നമുക്ക് കിട്ടിയില്ല, ഒരിക്കൽ ട്രൈ ചെയ്തു, നമുക്കത് കിട്ടിയില്ല. പക്ഷേ അവിടെ കിട്ടിയില്ല എന്ന് പറയുമ്പോഴും മറ്റെന്തെങ്കിലും ഒരു പോസിറ്റീവ് ആ പരാജയത്തിൽ നമുക്കുണ്ടായിട്ടുണ്ടാവും. എന്തെങ്കിലും ഒന്ന് കിട്ടാതിരിക്കുമ്പോൾ, നമ്മൾ ട്രൈ ചെയ്ത് കിട്ടാതിരിക്കുമ്പോൾ ആ ഒരു ശ്രമത്തിൽ നമുക്ക് ചില പോസിറ്റീവ്സുകൾ ഉണ്ടായിട്ടുണ്ടാവും. ആ പോസിറ്റീവ്സിനെ കുറിച്ച് ആലോചിച്ച് എനിക്ക് ഇങ്ങനെ ഒരു അവസരം, ഇങ്ങനെ ഒരു അനുഭവം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നേട്ടമുണ്ടായത് ഞാൻ ഇതിനു വേണ്ടി ട്രൈ ചെയ്തത് കൊണ്ടാണ്. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കാം നമുക്കുണ്ടായിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ എന്തൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യണം എന്നതായിരിക്കും അതിലൂടെ കിട്ടിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മുടെ വേ ഓഫ് ലൈഫിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണം എന്നതായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുക. അതൊന്നും ചെറിയ ചെറിയ അറിവുകളോ അനുഭവങ്ങളോ അല്ല. അതൊക്കെ നമ്മുടെ ലൈഫിൽ ത്രൂ ഔട്ട് നമ്മൾ മോഡിഫൈ ചെയ്ത് മേക്കപ്പ് ചെയ്യേണ്ട വലിയ അനുഭവങ്ങൾ തന്നെയാണ്. ഓരോ എക്സ്പീരിയൻസും നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പം നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടിയ കാര്യത്തെക്കുറിച്ച് എപ്പോഴും നന്ദിയുള്ളതായിരിക്കുക. നമുക്ക് ആ ഒരു അവസരം തന്ന, അല്ലെങ്കിൽ ദൈവത്തിനോടായിരിക്കാം, വ്യക്തികളോടായിരിക്കാം, ചില ബന്ധങ്ങളോടായിരിക്കാം, ചില സ്ഥലങ്ങളോടായിരിക്കാം, അതിനെപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. അല്ലാതെ എപ്പോഴും നമുക്ക് ലഭിക്കാതെ പോയ, അല്ലെങ്കിൽ നിരാശയിൽ പോയ, പരാജയപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് അതുവരെ നമുക്ക് കിട്ടിയ നല്ല കാര്യങ്ങളൊക്കെ അപ്പാടെ മറന്ന് എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, എന്നും എനിക്ക് നിരാശയാണ്, അല്ലെങ്കിൽ എന്നും എനിക്ക് പരാജയമാണെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ നിരാശപ്പെട്ടിരിക്കരുത്. എസ്പെഷ്യലി നമ്മൾ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് രീതിയിൽ ജീവിക്കുന്ന ആളുകളുടെ ഇടയിലായിരിക്കാം. ചില കുട്ടികൾക്ക് കുറച്ചൊക്കെ വായിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. എന്നാൽ ചില കുട്ടികൾക്കാണെങ്കിൽ കണ്ടിന്യൂസ്ലി വായിക്കേണ്ടി വരും. എന്നാൽ തന്നെ അധികമൊന്നും വായിക്കാത്ത കുട്ടികളേക്കാൾ ചിലപ്പോൾ നന്നായി വായിക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. വിചാരിച്ച ഒരു അക്കാഡമിക് എബിലിറ്റി കിട്ടിയില്ല എന്ന് വരും. അതൊക്കെ അവനവൻ്റെ തോൽവിയായി കാണാതെ നമ്മൾ അതിൽ നിന്നൊക്കെ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിരാശപ്പെട്ടിരിക്കാതെ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എന്നും ഇങ്ങനെയാണ്, ഞാൻ കൊള്ളരുതാത്തതാണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പാരൻസിനെ വിഷമിപ്പിക്കേണ്ടി വരുന്നു, അവരൊരുപാട് കഷ്ടപ്പെടുന്നു, പക്ഷേ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ ഡെസ്പായിരുന്ന് തുടർന്നുള്ള പഠനത്തെ കൂടെ അത് ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന കുറേ കുട്ടികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആരും പോവേണ്ടതില്ല. നമുക്കെല്ലാവർക്കും പരാജയങ്ങളുണ്ടാവാം. നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് നമ്മുടെ ഒരു ലൈഫ് കൊണ്ട് കിട്ടിക്കൊള്ളണമെന്നും ഇല്ല. പക്ഷേ നമ്മൾ അതിനൊക്കെ ട്രൈ ചെയ്തു എന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു എന്ന ഒരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ, അതെനിക്ക് കിട്ടിയില്ലെങ്കിലും നമുക്കതിൽ നിരാശപ്പെടേണ്ടതില്ല. കാരണം ആ ശ്രമത്തിനിടയ്ക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു, ഒരുപാട് അനുഭവങ്ങളുണ്ടായി. അതിൽ നല്ല അനുഭവങ്ങളുണ്ടായിരിക്കാം, മോശം അനുഭവങ്ങളുണ്ടായിരിക്കാം, ചില വ്യക്തികൾ നമ്മളോട് പെരുമാറിയ രീതികളുണ്ടായിരിക്കാം, ചില ബന്ധങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം, ചില ബന്ധങ്ങൾ നമ്മളെ വിട്ട് പോയിട്ടുണ്ടാവാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാൻ കഴിയും. ആരാണ് നമ്മളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ആരാണ് നമ്മുടെ യഥാർത്ഥ ബന്ധുക്കൾ, നമ്മുടെ സ്വന്തമായി കരുതുന്നവരാരൊക്കെയാണ്, അവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാവുന്നത് നമുക്കൊരു നിരാശ ഉണ്ടാകുമ്പോൾ, നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ, നമുക്കൊരു പരാജയം ഉണ്ടാകുമ്പോൾ, നമുക്കൊരു നഷ്ടമുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഓരോ വ്യക്തിബന്ധങ്ങളും നമ്മളോട് പെരുമാറുന്നത്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അതോ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണോ എന്നതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളായിക്കോട്ടെ, ഏത് വ്യക്തികളുമായിക്കോട്ടെ, ഒരു ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്ന് കരുതി അത് നമ്മുടെ ലൈഫ് ലോങ് നിരാശയായോ പരാജയമായോ നമ്മൾ കരുതി നിരാശപ്പെടേണ്ടതില്ല. നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ മനസ്സിന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, നമ്മൾ അത്രയും ശ്രമിച്ചും നമുക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ, നമുക്കതിനപ്പുറത്ത് മറ്റെന്തൊക്കെയോ നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് നല്ല അനുഭവങ്ങൾ അതിൽ നിന്നുണ്ടായിട്ടുണ്ട്
ഇനിയും നമ്മൾ ശ്രമിക്കുക. നമുക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു വഴി നമുക്കവിടെ എന്തായാലും തുറന്നു തരുന്നുണ്ട്, മറ്റൊരു വഴി നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്ന് കരുതി നിരാശപ്പെടാതെ ഇരിക്കാം. ദെൻ ഫോർത്ത് വൺ, ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് വൺ. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോ തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. നോട്ട് ടേക്ക് കെയർ ഓഫ് യു. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു. മദറിനിലോ ആയിക്കോട്ടെ, ഫാദറിനിലോ ആയിക്കോട്ടെ, പാർട്ട്ണറായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, നമുക്ക് ചുറ്റുമുള്ള ബന്ധുക്കളായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, ഇവരെയൊക്കെ സന്തോഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവിടെ നമ്മൾ ഇവരുടെയൊക്കെ കാര്യം ശ്രദ്ധിച്ച് വരുന്നതിനിടയ്ക്ക് നമ്മൾ പലപ്പോഴും നമ്മളുടേതായ കാര്യങ്ങൾ, നമ്മളുടേതായ ഇഷ്ടങ്ങൾ നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഫോർ വാട്ട്? നമ്മളുണ്ടെങ്കിലേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കൂ. ഇവരെയൊക്കെ സന്തോഷപ്പെടുത്തണമെങ്കിൽ നമ്മളുടെ ബോഡിയും മൈൻഡും ഓക്കെ ആയിരിക്കണം, വേണ്ടേ? എന്നാലാണ് നമ്മളെ പ്രിയപ്പെട്ടവരെയും നമ്മളെ ആശ്രയിക്കുന്നവരെയൊക്കെ ഹാപ്പി ആക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ ചുറുചുറുക്കോടെ എനർജിയോടെ നമുക്ക് ചെയ്യാനും കഴിയുന്നത് എപ്പോൾ മാത്രം നമ്മൾ ഓക്കെ ആയിരിക്കുമ്പോൾ, നമ്മൾ എനർജറ്റിക് ആയിരിക്കുമ്പോൾ, നമ്മൾ ഹെൽത്തി ആയിരിക്കുമ്പോൾ. ഹെൽത്ത് ഈസ് എ ബിഗ്ഗസ്റ്റ് വെൽത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഹെൽത്ത് ഒരിക്കലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി, നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചാൽ മാത്രമേ നമുക്ക് നമ്മളുടേതായ ഒരു വാംനെസ് ആൻഡ് ഹാപ്പിനെസ് സറൗണ്ടിങ്സിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഒഴുകി നടക്കുമ്പോൾ മാത്രമേ നമുക്ക് പ്രിയപ്പെട്ടവരെയും നോക്കാനും, കുട്ടികളാണെങ്കിലും പാർട്ട്നേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അവരോടൊപ്പമൊക്കെ ഇങ്ങനെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാനും. എപ്പോഴും എനർജറ്റിക്കായി ഓടി നടന്ന് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര ഡേ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്താലും, ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്താലും വളരെ ഹാപ്പിയായി എന്തും ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന, ചുറുചുറുക്കുള്ള, ഉഷാറോടെ ഓടി നടക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അത്തരമൊരു വ്യക്തികളാവാൻ നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ? കുറച്ച് നേരം പണിയെടുത്താൽ അയ്യോ എനിക്ക് ക്ഷീണമായി, ഞാൻ കിടക്കട്ടെ. അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മൾ ഓവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടയേർഡായി, അങ്ങനെ വളരെ പെട്ടെന്ന് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ യു വാണ്ട് ടു ലവ് ടു യുവർ സെൽഫ്. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഡ്രിങ്ക് എ പ്ലെൻറ്റി ഓഫ് വാട്ടർ, നന്നായിട്ട് ഉറങ്ങുക, ഈറ്റ് ദ ഹെൽത്തി ഫുഡ്. അതേപോലെ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ സമയം കണ്ടെത്തിയിരിക്കണം. ഇങ്ങനെ നമ്മളെ ഇങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ട് കൊണ്ട് നടന്നാൽ, നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും ഒക്കെ പോളിഷ് ചെയ്തുകൊണ്ട് കൊണ്ട് നടന്നാൽ മാത്രമേ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് വളരെ കാര്യമായി സംരക്ഷിക്കാനും നമ്മുടെ കുട്ടികളെ നന്നായിട്ട് പരിപാലിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരം ചുറുചുറുക്കുള്ള എനർജറ്റിക്കായ ആളുകളായിട്ട് നമ്മളെല്ലാവരും മാറട്ടെ. അങ്ങനെ മാറുമ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ളവരും നമ്മളോട് വളരെ ഗ്രേറ്റ്ഫുള്ളായിരിക്കും, താങ്ക്ഫുള്ളായിരിക്കും, ഹാപ്പി ആയിരിക്കും. അവർ ഹാപ്പി ആവുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളും ഹാപ്പി ആവും, ഇല്ലേ? ദെൻ ഫൈനലി നമ്പർ 5, എപ്പോഴും മത്സരിക്കുന്നത് നിർത്തുക. ആരോടാണ് നമ്മൾ മത്സരിക്കുന്നത്? നമുക്ക് ചുറ്റുമുള്ളവരോട്. മറ്റുള്ളവരേക്കാൾ കുറച്ച് മുന്നിൽ ഞാനാവട്ടെ, എൻ്റെ അയൽവക്കത്തുള്ളവരേക്കാൾ കുറച്ച് മുന്നിൽ ഞാനാവട്ടെ. നമ്മുടെ കഴിവിനും കപ്പാസിറ്റിക്കും അനുസരിച്ച് നമ്മളുടെ കഴിവ് മാക്സിമം ഉപയോഗിക്കുക. പ്രൊഫഷണലി, ഇൻഡിവിജ്വലി, പേഴ്സണലായിട്ടുള്ള ബന്ധങ്ങളിലാണെങ്കിലും അതേപോലെ പ്രൊഫഷണലിലാണെങ്കിലും നമ്മളുടെ കഴിവ്, നമ്മുടെ കാലിബർ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കുക. അല്ലാതെ മറ്റുള്ളവരെക്കാൾ ഞാൻ മുന്നോട്ട് നിൽക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനായിരിക്കണം വലുത് എന്ന ഒരു ഈഗോ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ ആവാം, തമ്മിലൊരു മത്സരമാവാം. പക്ഷേ ആ മത്സരം എങ്ങനെയായിരിക്കണം? ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആവണം. ആ മത്സരം കൊണ്ട് നമുക്ക് പോസിറ്റീവായ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള മത്സരങ്ങൾ ഒരിക്കലും
വ്യക്തിബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കില്ല. മത്സരങ്ങൾ എപ്പോഴും നല്ലതാണ്. അത് പോസിറ്റീവായിട്ടുള്ള കോമ്പറ്റീഷനാണെങ്കിൽ അത് നമ്മുടെ കഴിവിനെ വർദ്ധിപ്പിക്കും, നമ്മളുടെ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റിയെ വർദ്ധിക്കും, നമുക്കൊരുപാട് കാര്യങ്ങൾ അക്വയർ ചെയ്യാൻ പറ്റും, കുറേ നല്ല ബന്ധങ്ങൾ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് എ പോസിറ്റീവ് കോമ്പറ്റീഷനാണെങ്കിൽ. അപ്പോൾ അങ്ങനെ മത്സരം ബുദ്ധിയോടുകൂടി നമ്മുടെ ജോലിയിലാണെങ്കിലും വ്യക്തി ബന്ധങ്ങളിലാണെങ്കിലും ഹൗസ് ഹോൾഡ് വർക്കിലാണെങ്കിലും നമ്മൾ മുഴുകുക. പക്ഷേ ആ കോമ്പറ്റീഷൻ ഇറ്റ്സ് മസ്റ്റ് വാണ്ട് ടു എ പോസിറ്റീവ് കോമ്പറ്റീഷൻ ആയിരിക്കണം. ഇറ്റ്സ് എ ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ എല്ലാ ജീവിത ലക്ഷ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് ഒരു വ്യക്തിയും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളുടെ സന്തോഷം കണ്ടെത്തുന്നത്, നമ്മുടെ ഫാമിലിയുടെ സന്തോഷം കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ നമ്മളിലുള്ള സന്തോഷം കണ്ടെത്തുന്നത്, ആ സന്തോഷമൊക്കെ നമ്മളിൽ തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ ആ സന്തോഷം നമ്മളിൽ, നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് നല്ല വ്യക്തിബന്ധങ്ങളും നല്ല ഒരു സ്പേസും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നത്. അതൊരു വീട്ടമ്മയായിക്കോട്ടെ, ഒരു ജോലി ചെയ്യുന്ന സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, എല്ലാവരിലും ഒരു പോസിറ്റീവ് എനർജി നമ്മളുടെ ബോഡിയിലും മൈൻഡിലും എപ്പോഴുമുണ്ട്. ആ പോസിറ്റീവ് എനർജിയെ നമ്മൾ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സ്വഭാവമല്ല. അത് നന്നായിട്ട് ബ്ലെയിമിന് പകരം നമ്മൾ ഫ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക, അതിനെ ഇങ്ങനെ ആളിക്കത്തിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളുടെ കഴിവുകളെ നമ്മളെപ്പോഴും പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കുക. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് നമ്മളും പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പഴയ പോലെ ഇങ്ങനെ ജീവിച്ചതുപോലെ ഞാൻ ഇനിയും അങ്ങനെ തന്നെ തുടർന്നു പോകും, ഇനി എനിക്ക് വളരെ കുറച്ച് കാലമേ ഉള്ളൂ, അത് ഞാൻ ഈ ഒരു ജീവിതം ഇതുപോലെ തന്നെ ഞാൻ മുന്നോട്ട് പോകും, അങ്ങനെയല്ല. നമ്മളുടെ സൊസൈറ്റി മാറുന്നുണ്ട്, നമ്മുടെ വേഷവിധാനം മാറുന്നുണ്ട്, നമ്മുടെ സംസാര രീതി മാറുന്നുണ്ട്, നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും മാറുന്നുണ്ട്. അവിടെ നമ്മളും മാറിയിരിക്കണം. പക്ഷേ ആ മാറ്റം നമ്മുടെ എങ്ങനെയായിരിക്കണം, നമ്മുടെ മനസ്സിൻ്റെ എന്ത് പവറാണ്, ആ പവറിനെ ഒന്നും കൂടെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് രീതിയിലുള്ള ഒരു മാറ്റമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അത് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കാതെ മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവായ ഗുണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മാറ്റത്തോടെ ആയിരിക്കണം നമ്മളിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. എപ്പോഴും എല്ലാവരും നമ്മളോടൊപ്പം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ആഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതേ ആഗ്രഹം നിങ്ങൾക്ക് ചുറ്റുമുള്ള ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വെച്ച് എപ്പോഴും അവരോടൊപ്പം തന്നെ ഇരിക്കണം, എപ്പോഴും അവരോടൊപ്പം തന്നെ നടക്കണം, അവരുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കണം എന്നതല്ല അതിനർത്ഥം. നമുക്കാവശ്യമുള്ളപ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സും തിരിച്ചറിയാൻ കഴിയുന്ന നല്ല ബന്ധങ്ങൾ ഉണ്ടാവണമെങ്കിൽ, നല്ല സൗഹൃദ ബന്ധങ്ങളായിക്കോട്ടെ, ഫാമിലി ലൈഫായിക്കോട്ടെ, ഏത് ബന്ധങ്ങൾ ഉണ്ടാവണമെങ്കിലും നമ്മൾ ഒഴിവാക്കേണ്ട ചില നെഗറ്റീവുകൾ, നമ്മളുടെ എല്ലാവരിലുമുള്ള നെഗറ്റീവുകൾ നമ്മൾ ഒഴിവാക്കി നമ്മൾക്ക് വേണ്ടി ജീവിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് മറ്റുള്ളവരുടെ സന്തോഷത്തിലും മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവിക്കാനും എന്തെങ്കിലും ചെയ്യാനും ഒക്കെ നമുക്ക് കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ സന്തോഷം. അങ്ങനെ എല്ലാവരും മത്സരബുദ്ധിയൊക്കെ ഒഴിവാക്കി, വാശിയും വൈരാഗ്യവും ഒക്കെ ഒഴിവാക്കി, നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും കീപ്പ് ചെയ്തുകൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നല്ല വ്യക്തികളായി തീരാൻ, നല്ല വ്യക്തിത്വങ്ങൾക്ക് ഉടമകളായി തീരാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ. അതിനായി ഞാനും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.